സദ്യയിലെ മെയിൻ ആയിട്ടുള്ള കുറുക്കുകളെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഈ ഓണത്തിന് നിങ്ങൾക്ക് സദ്യയുടെ ഒപ്പം ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ ചട്ടിയിലോട്ട് പച്ച നേന്ത്രക്കായ കേട്ടോ, അത് ഇതേപോലെ അരിയണം. ചെറുതായി അരിയരുത്, ഇതേ ഷേപ്പിൽ ചതുര ഷേപ്പിൽ വേണം അരിയാൻ. പിന്നെ അടുത്ത അതിലോട്ട് ചേനയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ആ പച്ചക്കറിയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് അടച്ചു വെച്ച് പച്ചക്കറിയെല്ലാം നല്ലപോലെ വേവിച്ചെടുക്കണം. നമ്മൾ ഏകദേശം 15 മിനിറ്റ് വേവിച്ചു. അടുത്തത് നമ്മൾ എടുക്കുന്നത് നാളികേരം ചിരവിയതാണ് കേട്ടോ. ഒരു അരമുറി നാളികേരം ചിരവിയത്, ഒരു 3 പച്ചമുളക്, പിന്നെ ജീരകം, ചെറിയ ജീരകമാണ് എടുക്കുന്നത്. അതിലോട്ട് ചെറിയൊരു പിടി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. അടുത്ത് നമ്മളെ നേരത്തെ വേവിക്കാൻ വെച്ച ചേനയും കായും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മളിതിൽ ചേർക്കുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരാണ് കേട്ടോ. നല്ലപോലെ അടിച്ചെടുത്ത തൈര്, അതായത് 1 കപ്പ് തൈരാണ് നമ്മളിവിടെ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളെ പുളി പോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മെയിൻ ഒരു സംഭവമാണ്, ഇതിങ്ങനെ ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്താൽ അതിന് നല്ലൊരു തിക്നെസ്സൊക്കെ വരും. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച നാളികേരോ ജീരകം എല്ലാം കൂടി ഉള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ, പേസ്റ്റായിട്ടുള്ളത്. ഇനി അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇതേപോലെ വിടണം കേട്ടോ. ഒന്ന് തിളച്ച് ഒന്ന് മിക്സ് ചെയ്യാൻ വിടണം. ഇപ്പോൾ നമ്മളെ കാളൻ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇത് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുള്ളൂ. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ടുള്ള വറവ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ടൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് കടുകിനെ നല്ലപോലെ പൊട്ടാൻ വിടാം കേട്ടോ. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത് ചേർക്കുന്നത് ഉണക്കമുളകാണ്. ഏകദേശം 2-3 ഉണക്കമുളക് ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമ്മളെ കാളിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി കുറുക്ക് കളർ റെഡി ആയിട്ടോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. വീഡിയോ കാണുന്ന പലരും നമ്മളെ ഫോളോ ചെയ്തില്ല, ഒന്ന് ഫോളോ ചെയ്യുക.